ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ അതേ നമ്മൾ മുടിയൊക്കെ വെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മളിങ്ങനെ മുടി വെട്ടിയതും താടിയൊക്കെ ട്രിം ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് പുതിയ ലുക്ക് എന്നുള്ളത് നിങ്ങളെ താഴെ കമൻറ്റ് ചെയ്യാം. സോ നമ്മളിങ്ങനെ മുടി വെട്ടാനും ട്രിം ചെയ്യാൻ പോയതൊക്കെ ഇന്നലെയാണ് നമ്മൾ ജിം ആയിട്ടാണ് പോയത്. സോ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് നമ്മൾ ലഞ്ചിലേക്കാണ് പോകുന്നത്. സോ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. സോ എന്തായാലും നിങ്ങൾ അത് കണ്ടിട്ടോ. ഗൈസ്, അപ്പം നമ്മൾ ജിമ്മിലത്തെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് മുടി വെട്ടാൻ പോവുകയാണ്. സോ ഈ പോലൂർ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് മുടി വെട്ടുന്നത്. സോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല അടിപൊളി കടയാന്ന് പറഞ്ഞു നോക്കാം. സോ ഗൈസ്, നമ്മൾ ജിം കഴിഞ്ഞിട്ട് മുടി വെട്ടാൻ വന്നിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ മുടി വെട്ടിയിട്ട് മുട്ട ദോശ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഡിന്നർ നമ്മൾ മുടി വെട്ടി വന്നിരിക്കുകയാണ്. സോ താടി ഒന്ന് ട്രിം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഉള്ളിൽ പോയിട്ട് നമ്മൾ വൈകുന്നേരം വരെ ഡിന്നർ കഴിച്ചു. സോ നമ്മൾ എഗ് ദോശയാണ് കഴിച്ചത്. നമ്മളിന്ന് ലഞ്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. സോ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. സോ ഗൈസ്, നമ്മുടെ അടിപൊളി മട്ടൻ മസാല ഇട്ടിട്ടുള്ള പൊട്ടാറ്റോ കറിയും പിന്നെ ചോറും റെഡിയാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ ഇരുന്നേക്കാണ്. സോ കറി എൻ്റെ അറിവിൽ കുഴപ്പമില്ല, ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സോ എങ്ങനെയുണ്ട്, ഡിഫറെൻ്റ് ആയോ എന്നുള്ള അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് അഭി? ആണോ? എന്ത് ടേസ്റ്റാണ് തോന്നുന്നത്? സുഖേഷ്, എന്തായാലും നമ്മൾ കഴിക്കട്ടെ. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അതിന് ശേഷം ഒരു സിനിമയൊക്കെ കണ്ടു. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് തുണികൾ അലക്കാണ്ട്. സോ ഇത് നമുക്ക് എന്തായാലും അലക്കിയെടുക്കട്ടെ. അങ്ങനെ തുണികളും കാര്യങ്ങളൊക്കെ അലക്കി കഴിഞ്ഞു. ഇവിടെ തോരയിട്ടിട്ടുണ്ട്, ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് തോരയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോകാൻ എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. സോ വെയിലാണ്, കുറച്ചുകൂടി നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചേക്കണം. അങ്ങനെ പോകുന്ന വഴി ഒരു ചായയൊക്കെ അടിച്ചിട്ട് നല്ല കുറച്ച് വൈബ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചേക്കണം. എന്തായാലും ഡിന്നറിനുള്ളത് ചോറ്, നമ്മുടെ കറി വെച്ചത് ഇച്ചിരി ബാക്കിയുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണം. സോ ഞാൻ രാവിലെ നമ്മുടെ വ്ളോഗ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലോ ഈ ടീഷർട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിരുന്നു. സോ ഈ ടീഷർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ടീഷർട്ട് എനിക്ക് എൻ്റെ പഴയൊരു റൂംമേറ്റ് ഹോസ്റ്റലുണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞ ഇയറിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റ് അവൻ പോകുമ്പോൾ എനിക്ക് തന്നിട്ട് പോയതാണ്. എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ അവൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇത്. സോ ഇത് ആരാ തന്നേന്നുള്ളത് അവൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. സോ മച്ചാനൊരു അടിപൊളി ബിസിനസ് മാനായിട്ട് വരുന്നതായിരിക്കും ഫ്യൂച്ചറിൽ. സോ അതിനെക്കുറിച്ച് അവനാകുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ മച്ചാൻ BBA ആണ് പഠിച്ചത്. സോ നേരത്തെ കഴിഞ്ഞു പോയി. എൻ്റെ BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ ആയതുകൊണ്ട് 4 വർഷം, അവൻ്റെ 3 വർഷം കോഴ്സായിരുന്നു. ഞാൻ നേരത്തെ പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ടീഷർട്ട്, ഇതുപോലത്തെ ടീഷർട്ടും അടിപൊളിയായിട്ട് തന്നിട്ടാണ് പോയത്. സോ താങ്ക് യു സോ മച്ച് ജോൺ. സോ ജോൺ എന്നാണ് അവൻ്റെ പേര്. സോ അവൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ എന്തായാലും ഇനിയിപ്പോൾ പുറത്ത് എങ്ങടെ പോകാൻ പറ്റുക നോക്കട്ടെ. അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അങ്ങനെ നമ്മൾ കുറേ നാളത്തെ ആഗ്രഹം സാധിക്കാൻ പോവാണ്. അതോ ആ മലയുടെ മുകളിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കാൻ പോവാണ്. സോ അങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ മലയുടെ മുകളിൽ നമ്മുടെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ എങ്ങനെ കയറ്റി വിടുമോ എന്താണെന്നുള്ള സെറ്റപ്പ് ഒന്നും അറിയില്ല. അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മളന്ന് ആ ലേക്കിൻ്റെ സൈഡിൽ പോയിപ്പോൾ കണ്ടിരുന്നു. സോ എന്തായാലും പോയി നോക്കാം ഗൈസ്. അപ്പോൾ അതേ നമ്മൾ മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്റ്റെപ്പുണ്ട് ഗൈസ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. സാമിന് കാണാൻ പറ്റില്ല എന്നാണ് താഴത്തുനിന്ന് ചോദിച്ച് പറയാൻ സാധിച്ചത്. സോ നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോകുന്നതാണ്. എന്തായാലും കയറി നോക്കട്ടെ ഗൈസ്. ചെരുപ്പിലാണ്ട് കാരണം ഗൈസ്, ചെരുപ്പൊക്കെ അവിടെ താഴത്തുള്ളത് ഊരിയിട്ടിട്ട് വേണം നമുക്ക് കയറാൻ. സോ എന്തായാലും കയറട്ടെ. ഏതാണ് ടോപ്പ് പോലൂർ ഹൈ വ്യൂ എന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. അതാണ് നമ്മുടെ ലേക്ക്. പിന്നെ അവിടെയൊക്കെ കുറേ പാടങ്ങളും കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. ഗൈസ്, പകുതി ദൂരം കയറി എനിക്കുള്ള വ്യൂ ആണ് കേട്ടോ അത്. അയ്യോ, കയറി പട്ടിയെ ഗൈസ്, ബാക്കി കയറണം. ഇനിയും ഈ കയറി വന്ന എത്ര ദൂരമാണ് എൻ്റെ മുകളിലേക്ക് കയറാൻ. ജിമ്മിൽ പോകണ ആട്ടം കഷ്ടമാണ് ഗൈസ്. ഇന്ന് ജിമ്മില്ലാത്തതുകൊണ്ട്
വർക്കൗട്ട് ഇതാണ് ഗൈസ്. നമ്മളങ്ങനെ കയറി അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. കുറച്ചുകൂടിയും പോയാൽ മതി. ഗൈസ് നമ്മൾ കയറി സ്പോട്ടിൽ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ കാണുന്ന ലൈറ്റാണ് നമ്മളവിടെ വീടിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കാണാറുള്ളത്. ഈ വെച്ചത് സോ അതെ അമ്പലത്തെത്തി. അതാണ് അമ്പലത്തിൻ്റെ ലൊക്കേഷൻ. ഇവിടെയാണെന്ന് തോന്നുന്നു സ്വാമീനെ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും മടച്ചിട്ടുണ്ട്. തുളസി തരയാണോ എന്താണെന്നറിയില്ല. ഇവിടെയാണ് ഗൈസ് വ്യൂ. This time is slowly taken away. I miss the way that we were in harmony. I'm having trouble letting go. I close my eyes and wish you were closer. Now we're like footprints in the snow, slowly fading until it's over. Our memories will last forever. I'll love you for eternity. റോക്കീസ് KGF പോലെ അഭിനവ് KGF അല്ലേ? ആ ഇതല്ലേ, ഇത് ലേക്കല്ല, ഇത് പാടത്തിൻ്റെ ഇതാന്ന് തോന്നുന്നു. കണ്ടം തിരിക്കാത്തത്. അപ്പുറത്തുള്ളത് ആ ബാക്കിൽ കാണുന്നത് ലേക്കാ. ആ എവിടെ നോക്കിയാലും മലയാണല്ലേ. സോ ഗൈസ് അങ്ങനെ നമ്മൾ അമ്പലം ചുറ്റി കണ്ട് ഇറങ്ങിയാണ്. സോ നമ്മൾ എന്തായാലും ഇറങ്ങി താഴെ എത്തുമ്പോഴേക്കും ഇരുട്ടാവും. സോ ഇത്രയോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ പോകാനിരുന്ന അമ്പലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ അടിപൊളി വ്ളോഗായി വരുന്നവരെ എല്ലാവർക്കും ബൈ. എന്താ അവസ്ഥയാണ് ഗൈസ്. ജിമ്മേ പോകാൻ തന്നെ പണി കിട്ടിയിരുന്നു. റെസ്റ്റ് ഡേ ആണ് ഗൈസ്, റെസ്റ്റ് ഡേ. ഓ ചെരുപ്പില്ലാത്തതിനും കല്ലുമ്മ പൂത്തി കയറുമ്പോൾ സീനാണ്. എന്തു പറ്റി? ഗൈസ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അവിടെ വരെ എത്തണം ഗൈസ്. അവിടെയാണ് റോഡ്. അവിടെ വരെ എത്തണം. ആ റോഡ് വരെ എത്തണം. ഇനിയുണ്ട് കുറേ ഇറങ്ങാൻ.